ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം ആഗ്രഹിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കല്ലേ. ഇന്നത്തെ വീഡിയോയിൽ പിന്നെ എന്താ പറയുക, ഞാൻ ലാസ്റ്റാണെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ ഒക്കെ ഒന്ന് കാണുക, എന്നാലേ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നോട് പറയലുണ്ട്, ഇന്നെ അറിയണവരായിക്കോട്ടെ പിന്നെ അല്ലെങ്കിൽ നമ്മളെ ഈ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാരൊക്കെ ആണെങ്കിലും കമൻറ്റിലൂടെ ഒന്ന് പുറത്ത് ഭാഗങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയലുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ പുരൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ, നിങ്ങളെ നാടൊക്കെ കാണാൻ നല്ല രസമാണല്ലോ, ആ വയലും പിന്നെ പുഴയും എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു കമൻറ്റും അതുപോലെ ഇന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് എന്ത് ചെയ്തു, വേഗം പണികളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കും കാണിച്ചു തരാം, വീഡിയോ എടുക്കാനും കൂടെ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് വയലിലേക്കൊക്കെ ഒന്ന് നടക്കാനും പുഴേൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിന് കേട്ടോ. വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ പോയതാണ്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓർക്കൊക്കെ ഒന്ന് കാണാലോ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം അത് നമ്മൾ ലാസ്റ്റാണ് വരുന്നത്. പതിവ് പോലെ നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ ഒന്ന് നോക്കല്ലേ. അപ്പോൾ ഇന്നിപ്പം എന്താണ്, സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. ശനിയാഴ്ചത്തെ ഒരു വീഡിയോ ആണിത്. ശനിയാഴ്ച ദിവസത്തെയാണ്. കുട്ടികൾ മദ്രസയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ബൂരിയും കടലക്കറിയുമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കടല തേങ്ങ അരച്ചിട്ട് കറിയും വെക്കാം, പിന്നെ കുറച്ച് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ള മാവ് ഞാനവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ മദ്രസ വിട്ട് വന്നതിൻ്റെ ശേഷം ചുടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കടല കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടല ഇങ്ങനെ പുഴുങ്ങിയത് ചൂടോടെ കട്ടൻ ചായൻ്റെ കൂടെ എടുത്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനും നാസിമോനും ഞങ്ങൾക്ക് രണ്ടാൾക്കും കഴിക്കാമല്ലോ വിചാരിച്ച് എടുത്തപ്പോൾ ഓനിക്ക് വേണ്ട, ഓന് അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നല്ലൊരു ചായയൊക്കെ എടുത്ത്, പുറത്തത്തെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മഞ്ഞും കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കണ്ട് അവിടെ പുറത്ത് അങ്ങനെ പോയി ഇരുന്നിട്ട് കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്നു. പിന്നെ തിരക്കൊന്നുമില്ലല്ലോ ഇന്ന്, ധൃതി പിടിച്ചിട്ട് ചായയും കടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് സമാധാനത്തിൽ പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. കറി തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങയും അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേവിച്ച് വെച്ചതെന്ന് ഞാനൊരു ഇത്തിരി കടലയും കൂടെ ഒന്ന് അതിലിട്ട് കേട്ടോ. എന്നാൽ കറി നല്ല എന്താ പറയുക, കറി നല്ലൊരു മുയിപ്പുണ്ടാവും, നല്ലൊരു കട്ടിയുള്ള നല്ലൊരു കൊഴുപ്പിൽ നമുക്ക് കറി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ അരക്കാണ്ട് നമ്മൾ കടലക്കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് കടല എടുത്തിട്ട് ഒന്ന് അരച്ചിട്ട് പിന്നെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കടലയും കൂടെ ഒന്ന് തേങ്ങയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കടല വേവിച്ച് വെച്ച ബാക്കി ഉള്ള കുക്കറിലേക്കൊക്കെ ഒന്ന് ഒഴിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് പൊട്ടിച്ചപ്പോൾ ഒരുത്തന് ദൂരെ പോയി നിന്നെയാണ് കേട്ടോ. കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ അവനോട് പറയലുണ്ട്, അങ്ങോട്ട് മാറി നിന്നോ അല്ലെങ്കിൽ മേത്ത് തെറിക്കുമെന്ന്. അപ്പോൾ അങ്ങ് പോയി നിന്നതാണ്. അങ്ങനെ അതൊക്കെ പൊട്ടിച്ചു. പിന്നെ കുറച്ച് മുളകും പൊടിയും ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ ഒരിത്തിരി ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഏതെങ്കിലും ഒന്ന് ആ ഒരു എണ്ണയിലൊന്ന് എല്ലാം കൂടെ ഒന്ന് കരിയാണ്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പിന്നെ നമ്മളെ ഈ ഒരു കറി ഇങ്ങോട്ട് അതിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് തിളപ്പിച്ച് വന്നാൽ നമ്മളെ കറി അവിടെ സെറ്റായിക്കോളും. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. നിച്ചുമോളൊക്കെ എന്നോട് ചോദിച്ചു പൂരിക്ക് കടലക്കറി ചേരുമോന്നേ. ഇവിടെ മക്കളങ്ങനെ പറയും കേട്ടോ, അതിന് അത് ചേരൂല, ഇതിന് ഇത് ചേരൂല എന്നൊക്കെ പറയും ഓര്. അപ്പം ഞാനിത് പൂരിയും കടലക്കറിയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ആക്കാന്നേനു കേട്ടോ ആദ്യം വിചാരിച്ചത്. പിന്നെ ഈ നാസിമോൻക്കും നാഫിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പൂരി. എന്നാൽ പിന്നെ അതങ്ങോട്ട് ചുടാ, മക്കൾക്ക് ഇഷ്ടമാണല്ലോ വിചാരിച്ചിട്ടേ പിന്നെ എന്നാൽ പൂരി തന്നെ അങ്ങോട്ട് ആക്കിയതേനു. അങ്ങനെ കറിയൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് വന്നപ്പം അതങ്ങോട്ട് ഇറക്കി വെച്ചാണ്. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്, പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗത പൂരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ ചുട്ട് വെച്ചാൽ ചൂടോടെ ആ ഒരു കഴിക്കണതാണല്ലോ ഒരു സുഖം, ഒരിഷ്ടം. എനിക്കാണെങ്കിൽ ഈ ദോശയും പൂരിയൊക്കെ നല്ല ചൂടോടെ കട്ടൻ ചായൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലോണം അങ്ങോട്ട് ചുരുട്ടി അങ്ങോട്ട് പിടിക്കുക, നല്ലൊരു പൂരി എടുക്കുക, നല്ലോണം ഒന്ന് ചുരുട്ടി അങ്ങോട്ട് എടുത്ത് നല്ല അത്യാവശ്യം നല്ലൊരു മധുരം ഇട്ട കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നാസിമോൻക്കും നാഫിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഒരു വന്നിട്ട് നല്ല ചൂടോടെ തന്നെ അങ്ങോട്ട് ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രസ്സിൽ കുറച്ച് അവിടെ പരത്തി വെക്കും. അപ്പോഴത്തേക്കും എണ്ണ നല്ല ചൂടായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ചുടും.
ചിലപ്പോൾ എണ്ണേൻ്റെ ഒരു തീ അങ്ങോട്ട് ഇതായിട്ടൊന്ന് എണ്ണേൻ്റെ ചൂട് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതൊന്ന് ചൂടാവട്ടെ വിചാരിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് പരത്തി വെക്കും. അങ്ങനെയൊക്കെ നമ്മൾ പൂരി ചുടൽ തകൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ കാണുമ്പോഴേ എപ്പോഴും ഇങ്ങനത്തെ രീതിയിൽ തന്നെ ആണല്ലോ എന്നുള്ള ആ ഒരു ഇത് ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ ഈ വീട്ടിൻ്റെ ഉള്ളിലിരിക്കണ ഞാനൊക്കെ വേറെ എന്തെടുക്കാനാണല്ലേ. കുട്ടികൾ പുറത്ത് നല്ല കളിയിലാണ് കേട്ടോ. പണ്ടത്തെ നമ്മൾ വടിമേൽ ടയറൊക്കെ വെച്ചിട്ട് വണ്ടി ഉണ്ടാക്കൂലേനോ, നാഫിമോനൊക്കെ അതിൻ്റെ തകൃതമായ കലാവിരുത് നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഐസ്ക്രീമിൻ്റെ ബോളൊക്കെ എടുത്തിട്ട് അതിൽ കെട്ടിയിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും മക്കൾക്കൊക്കെ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ചായയൊക്കെ കുടിച്ച് എണീച്ചു. പിന്നെ അതപ്പോൾ നേരെ അടുക്കളയ്ക്ക് വന്നേണ്. വീണ്ടും നല്ലൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ. നിച്ചുമോക്ക്, നാഫിക്ക്, നാസിക്ക് 3 ആൾക്കും കഫക്കെട്ടും ജലദോഷവും ചുമയും കൊണ്ട് കുറേ ദിവസമായി. അപ്പോൾ മരുന്ന് കൊടുത്തിട്ടൊന്നും ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ട് കുറയൂല. എന്നാലും നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പരീക്ഷിക്കാനുണ്ടാവുമല്ലോ. ഇത് വെറും ചുക്ക് കാപ്പീൻ്റെ പൊടി മാത്രം ഇട്ടിട്ടല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കണതിൽ വേറെയും കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ഷോർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതും ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മടിയിൽ നാസിമോൻ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പം വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരമായിട്ട് ഞാൻ അവനോട് മിണ്ടല്ലേ മിണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഐസ്ക്രീം വാങ്ങിത്തരാം, മുട്ടായി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് മെല്ലെ സോപ്പിട്ട് ഇരുത്തിയതാണ്. എന്നാലും ഓനക്ക് ഞാനത് പറഞ്ഞുകൊണ്ട് ഒന്ന് സ്വകാര്യം പറഞ്ഞില്ലെങ്കിൽ ഓനൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അത് അടുക്കളയും വീടും ഒക്കെ മൊത്തത്തിലൊന്ന് ഒതുക്കി പെറുക്കി സാധാരണ ചെയ്യണ പോലെ തന്നെ ആ ഒരു പണിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കി വെച്ചൊന്ന് അടിച്ചു വാരിയിട്ടാണ്. കഴുകാനുള്ള പാത്രങ്ങളെല്ലാം സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ച് എന്തായാലും തീ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് പിന്നെ അത് അങ്ങോട്ട് കഴുകാൻ നിൽക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ചോറിൻ്റെ പരിപാടി അങ്ങോട്ട് വേഗം ആയിക്കോളുമല്ലോ. ഇന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആർക്കും പോവാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തീ ഒന്ന് കത്താനും അത് കത്തിക്കാനും നേരം വൈകി. മറ്റേത് സ്കൂളൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഇക്കാക്കും കുട്ടികൾക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ വേഗം അവർക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കണേ കൊണ്ടേ പിന്നെ വേഗം രാവിലെ തന്നെ ആ ഒരു തീ അങ്ങോട്ട് കത്തി അടുപ്പ് കത്തുന്ന പരിപാടി അങ്ങോട്ട് നടന്നോളൂ. അപ്പോൾ പിന്നെ ഓരോ വെള്ളം അങ്ങോട്ട് ഇറക്കിയാൽ വേഗം ചോറിനുള്ള വെള്ളം അങ്ങ് വെച്ച് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായി. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ട്രിപ്പ് പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. പക്ഷേ ചോറിന് അരി ഇട്ടിട്ടില്ല ഇനി കേട്ടോ. അതെന്താണെന്ന് ഇത് കാണുമ്പോൾ തിരിഞ്ഞോളും. അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ തുടക്കൽ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിലൊന്ന് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഗ്യാസും ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ തുടക്കും കേട്ടോ. ഉള്ളത് ഒന്ന് നമ്മൾ സാധാരണ തുടക്കുന്ന സമയത്ത് തന്നെ എനിക്കാണെങ്കിൽ ഒരു ദിവസവും തുടയ്ക്കാണ്ട് നിൽക്കാൻ പറ്റുകയില്ല. പിന്നെ എന്തോ ഒരു ഇടങ്ങാറ് പോലെയാണ് കേട്ടോ തുടച്ചിട്ടില്ലെങ്കിൽ. ഇന്ന് വൈകുന്നേരമാണ് തുടക്കണമെങ്കിൽ എന്നാലും നാളെ രാവിലെ തുടക്കും. പിന്നെ ഞാൻ വിചാരിക്കും നമുക്കിപ്പോൾ എന്തുതന്നെയാണെങ്കിലും ഉള്ളത് ആ ഒരു അതിൻ്റേതായ വൃത്തിയിൽ അങ്ങോട്ട് കൊണ്ടു നടന്നാൽ നമുക്ക് നിൽക്കുമ്പോഴും ഒരു സമാധാനം തന്നെയാണ്. ആരെങ്കിലും ഒന്ന് കയറി വന്നാലും ഇപ്പോൾ ഷെഡായാലും അത് അതിൻ്റേതായൊരു വൃത്തിക്കാണല്ലോ ഉള്ളതെന്നുള്ള ആ ഒരിത് നമുക്കും ഉണ്ടാവും ഓർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതാട്ടോ അതും ചെയ്യുന്നുണ്ട്. കറണ്ട് ഇടയ്ക്കൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കൊരു ഇരുടൊക്കെ വരുന്നത്. ഇവിടുത്തെ കറണ്ടിന് ചിലപ്പോൾ ഒരു കളിയാണ് കേട്ടോ. വരും പോവും അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ നടത്തലുണ്ട്. അങ്ങനെ ഞാൻ തുടക്കലൊക്കെ കഴിച്ചു. ബാക്കിയുള്ള ഇനിയിപ്പോൾ എന്താണ് അലക്കലും തുണികളൊക്കെ ഒന്ന് വേഗം മുറ്റത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുറ്റത്ത് ഇവിടെ വന്ന് ചേതിയും അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ നമ്മളെ ഇതിൽ ഇംഗ്ലീഷ് ചീരേൻ്റെ കണ്ടത്. ഇംഗ്ലീഷ് ചീര അറിയുന്നതാണ് ഈ കറിവേപ്പിലിൻ്റെ ഇല പോലത്തെ മൈസൂർ ചീര അല്ലേ, ആ ഒരു അത്. അപ്പോൾ അതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അയൽവക്കത്തുള്ള താത്ത അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനോടും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഇത് പറിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ നാഫിമോനാണ് വീഡിയോ എടുത്ത് തരുന്നത്. അതാണ് ഓൻ്റെ കയ്യും ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങോട്ട് പറിച്ചു കൊണ്ടുവന്ന് പിന്നെ ചേതിയുമ്പോൾ തന്നെ ഇരുന്ന് അങ്ങോട്ട് നന്നാക്കായിരുന്നു കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു കാലാവസ്ഥ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചേതിയുമ്പോൾ അങ്ങനെ വന്നിരിക്കാനൊക്കെ ഒരു പ്രത്യേക സുഖമാണ്. അതുപോലെ വൈകുന്നേരമൊക്കെ ആയാൽ നമ്മൾ എല്ലാവരും ചിലപ്പോൾ താത്തയും കുട്ടികളോ
അങ്ങനെ എല്ലാവരും വരുത്തുന്നുണ്ട്. നമ്മളെ താഴെയുള്ള താത്ത അവരൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇവിടെ ചേദീമ തന്നെയാണ് കേട്ടോ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരിക്കുക. ചിലപ്പോൾ ഒക്കെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കണതിനെക്കാട്ടി ഒരു സുഖം ചിലപ്പം അവിടെയൊക്കെ ഇരിക്കാനായിരിക്കും. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് തന്നെ വേഗം വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കുന്ന അതുപോലെ തന്നെ ചപ്പൊക്കെ ഒന്ന് അരിഞ്ഞ് പൈപ്പിൻ്റെ അടുത്ത് തന്നെ അതൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേഗം ഒന്ന് ചപ്പൊന്ന് ഉപ്പേരി വെക്കുകയാണ്. സാധാരണ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇടും. ഞാൻ വെളുത്തുള്ളി നന്നാക്കി ആ ഒരു കുഞ്ചിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായി. പിന്നെ ഒരു ചെറിയ കഷ്ണം വലിയ ഉള്ളീൻ്റെതാണ് കേട്ടോ എടുത്തത്. ചെറിയുള്ളിയൊക്കെ തോല് പൊളിച്ചുണ്ടാക്കാനേ മടിച്ചിട്ടേ. അങ്ങനെ ഇതാ ഉപ്പേരി ഒന്ന് ഇട്ടിട്ടുണ്ടായി. അതൊക്കെ ഒന്ന് മൂപ്പിച്ച് നമ്മളെ ചപ്പൊക്കെ ഒന്ന് ഇട്ടു. അത് നല്ലോണം ഒന്ന് വാടി വെന്ത് ഉടഞ്ഞിങ്ങോട്ട് വന്നേണ്. അപ്പോൾ അതാ കുറച്ച് തേങ്ങയും പച്ചമുളകും ഒതുക്കിയിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചപ്പുപ്പേരിയിലൊക്കെ തേങ്ങയും പച്ചമുളകും ഒതുക്കിയിട്ടാലാണ് അതിൻ്റെ ഒരു രസം ഉണ്ടാവുക. ഇത് ചപ്പ് വെക്കുമ്പം പിന്നെ തേങ്ങ ഇട്ടിട്ട് വെക്കുന്നതാണ് കേട്ടോ ഇക്കാക്ക് ഇഷ്ടം. അപ്പം ഞാൻ പിന്നെ അതും ഒന്ന് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും സമയം 1:30 മണിയെങ്കിലും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക വരുമ്പോൾ അതാ ചിക്കനും വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വേഗം ഒന്ന് ചിക്കൻ കറിയും കൂടെ ആക്കി വെക്കുന്നുണ്ട്. ചോറ് പിന്നെ ഇന്ന് വെച്ചില്ല കേട്ടോ. നമുക്ക് ഉച്ചക്കേക്ക് കഴിക്കാനുള്ള ചോറ് ചൂടാക്കി തിളപ്പിച്ച് വെച്ച ചോറ് ഉണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഉണ്ടായിട്ടോ നമുക്ക്. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ചോറ് വെച്ചില്ല. ചിക്കൻ കറി ഉണ്ടല്ലോ, കുറച്ച് പൊരിക്കാനും പെരക്കി വെക്കാൻ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ വൈകുന്നേരം കുറച്ച് കുക്കറിൽ തേങ്ങാച്ചോറ് വറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോറ് വെച്ചിട്ടില്ലായിരുന്നു. അപ്പം ഈ കറിയും എല്ലാം ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. സമയം 2 മണി 2:30 ആവാനായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലത്തെ കടലക്കറിയും ചപ്പുപ്പേരിയും പിന്നെ എന്തായിരുന്നു അച്ചാറും പിന്നെ ഞാൻ അതിൻ്റെ തലേന്ന് മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ചോറ് വെച്ചിട്ടുണ്ടായി. എന്നിട്ടാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ എടുക്കുന്നത്. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. വൈകുന്നേരം നമ്മൾ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. താത്തയും പിന്നെ അനിയൻ്റെ പെണ്ണുങ്ങളും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാക്കണ് ഒന്ന് വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ചിലപ്പം ഇതുപോലത്തെ കാഴ്ച കാണാൻ നല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. നമുക്ക് തന്നെ ഇഷ്ടമാണ്. ഇതിലൊക്കെ ഒന്ന് എന്താ പറയുക, മനസ്സിനൊരു സുഖം ഉണ്ടാവും. ഇങ്ങനെ വന്നൊന്ന് ഇരിക്കാനോ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ അല്ലേ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു താഴെ ഭാഗത്തേക്ക് ഇറങ്ങിയാൽ നമ്മളെ വീടിൻ്റെ അവിടുന്ന് ആ ടാറിട്ട റോഡിൽ നിന്ന് താഴോട്ട് നടക്കുന്നത് ഈ ഒരു വയലും ആ തെങ്ങിൻ തോപ്പ് കാണുന്നില്ലേ, അവിടുന്ന് അപ്പുറത്തേക്ക് പുഴയുമാണ് കേട്ടോ. നമ്മൾ പണ്ട് തറവാട്ടിലൊക്കെ ഉള്ള സമയത്ത് ഇതിലൂടെ തന്നെ അതിന് പുഴയിലൊക്കെ പോവൽ, തുണികൾ അലക്കാനൊക്കെ വേണ്ടിയിട്ട് താത്തയും ഞാനും നമ്മളെല്ലാവരും കേട്ടോ തറവാട്ടിലുള്ളപ്പം. ഇപ്പോൾ ഒന്നും പിന്നെ ആരും അങ്ങനെ പുഴയിൽ അലക്കാനും അങ്ങനെയൊന്നും ആരും പോവലൊന്നുമില്ല. പണ്ടായിരുന്നു അങ്ങനെയൊക്കെ പോവലുണ്ടായിരുന്നത്. തറവാട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്ന ആ ഒരു സമയത്തൊക്കെ അലക്കാനൊക്കെ പുഴയിൽ തന്നെയാണ് കേട്ടോ പോവലുണ്ടായേ. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ നടക്കുമ്പോഴും അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോണേ. മഴയായാലും ഇതിലെ പെരും ചളിയായിരിക്കും. അപ്പോൾ ആ ഒരു ചളിയിലൂടെയൊക്കെ പുഴയിലേക്ക് പോയ കഥയും തറവാട്ടിൽ നിന്ന സമയത്ത് ഇങ്ങനെ പോവണതും ഒക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോണത്. അങ്ങനെ ഇതാ വയലൊക്കെ ഇങ്ങോട്ട് കടന്നു. ഇവിടെ തെങ്ങിൻ തോപ്പാണ്, ചെറിയൊരു ഗ്രൗണ്ട്. പിന്നെ ഒരു ആന വരുന്നതിന് കണ്ടില്ലേ, ആ ഒരു കമ്പിയിൽ ഇങ്ങനെ കുപ്പി തൂക്കിയിട്ടത്, അത് ആന വരുന്നതിന് ഷോക്ക് കമ്പി ഇട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ പുഴേൻ്റെ അക്കരെ പിന്നെ ഫോറസ്റ്റ് ആണല്ലോ, കാടാണല്ലോ. അപ്പോൾ ചിലപ്പോൾ അതിൽ ആന ഇറങ്ങി ആ പുഴേൻ്റെ അക്കരെ ഭാഗത്തൊക്കെ വന്ന് നിൽക്കുന്ന ഞങ്ങൾ എത്രയോ വട്ടം വന്ന് കാണാനൊക്കെ ഓടി വന്ന് നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ, ആനക്കൂട്ടം വന്ന് നിൽക്കണതൊക്കെ. അങ്ങനെ ഇതാ പുഴയിലെത്തിയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ തറവാട്ടിലുള്ളപ്പോൾ ഒരുപാട് അലക്കാൻ വന്ന പുഴയാണ്. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ആകുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. പിന്നെ ഇതിവിടെയൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മളവിടുന്ന് കുറച്ചൊരു ദൂരം ഇങ്ങോട്ട് വരണം. പിന്നെ ഒറ്റക്കൊക്കെ വരാനും പേടിയാണ്. ഒരു ഉള്ളോട്ട് പോലെ ഉള്ളതുകൊണ്ട് തന്നെ പേടിയാണ് കേട്ടോ. അങ്ങനെ പുഴയത്തെ കാഴ്ചയും പിന്നെ കേരവും എല്ലാം കണ്ട് നമ്മൾ നേരെ പുരയിലേക്ക് എത്തിയാണ്. അപ്പം ഞാൻ പുരയിൽ വന്ന് നമ്മളെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതലെല്ലാം കഴിഞ്ഞിട്ടാണിതാ വീണ്ടും അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ തേങ്ങാച്ചോറ് വെക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പം ചെമ്പിൽ വേണമെന്നൊന്നുമില്ല, കുക്കറിൽ വേഗം 2 വിസിലടുപ്പിച്ചാൽ പരിപാടി അങ്ങോട്ട് കഴിയുമല്ലോ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ തേങ്ങാച്ചോറ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും തേങ്ങാച്ചോറൊക്കെ വെക്കണ ഇങ്ങനെ കാണിക്കലുണ്ടല്ലോ. തേങ്ങാച്ചോറ് പറയുമ്പോൾ എൻ്റെ അനിയത്തി തന്നെ എന്നെ കളിയാക്കും കേട്ടോ, നിങ്ങൾക്ക് പിന്നെ ഇറച്ചി വാങ്ങിയാൽ തേങ്ങാച്ചോറ് ഒഴിക്കും. ഞാൻ അങ്ങോട്ട് പറയണതിൻ്റെ മുന്നേ തന്നെ ചിലപ്പോൾ ഓൾ എന്നോട് ഇങ്ങോട്ട് പറയൂ, ഓ തേങ്ങാച്ചോറ് ഒഴിക്കൂലേ ഇന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കണമൊന്നുമില്ല കേട്ടോ.
ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് റേഷൻ അരിയും കൊണ്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് അങ്ങ് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാനങ്ങ് ഉണ്ടാക്കും. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം തേങ്ങാച്ചോറ് അതിനിപ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ. കുക്കറിലായാലും ചെമ്പിലായാലും പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പം ഞാൻ അതിനുള്ളതൊക്കെ ഒന്ന് കുക്കറിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പിന്നെന്താണ് വലിയ ജീരകം ആ എണ്ണയിലൊന്ന് പൊട്ടിച്ച് ഉള്ളിയും തേങ്ങയും കൂടെ ഒന്ന് അതിൽ എണ്ണയിൽ മൂപ്പിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അരി കൂട്ടാൻ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനും പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാതിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.